അത് ഞാൻ എഴുതിയ ഒരു നോവലാടി. ചേട്ടനപ്പൊ സാഹിത്യകാരൻ കൂടിയാന്നോ? ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ സ്കൂളെ പഠിക്കുമ്പോഴേ എഴുതുവായിരുന്നു. പണ്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ അച്ചടി കഴിഞ്ഞപ്പം ഒന്നുകൂടെ എഴുതേണ്ടി വന്നു. പുരയിടം. നോവൽ പൂർത്തിയാക്കിയോ ചേട്ടാ? നോവലൊക്കെ പൂർത്തിയാക്കിയടി. ഇനി ഇതൊന്ന് അച്ചടിക്കാൻ കൊടുക്കണം. ആ ചേട്ടനോ? ചേട്ടന്റെ പുസ്തകം ഒന്നും ആയിട്ടില്ല. ചേട്ടൻ ഇരിക്കെ. ഇപ്പൊ തന്നെ 2 ആഴ്ച ആയല്ലോ. എന്നതാ താമസം? രമേശ് അത് തിരുത്തിക്കൊണ്ടിരിക്കുക, അതാ താമസം. ഞാൻ എഴുതിയത് തിരുത്താൻ അവനാരാ? അയ്യോ, ചേട്ടൻ ഉദ്ദേശിച്ച തിരുത്തല്ല, പ്രൂഫാ തിരുത്തുന്നത്. എന്തായാലും അടുത്ത ആഴ്ച തന്നെ പുസ്തകം അച്ചടിച്ച് കയ്യെ തരും, ഉറപ്പ്. എടിയേ, എന്റെ പുസ്തകം അച്ചടിച്ചേച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പുസ്തകങ്ങളൊക്കെ എവിടേക്കാടി ഒന്ന് വെക്കുന്നത്? അടുപ്പിനകത്ത് വെക്കാം. നീ നോക്കിക്കോടി, എന്റെ പുസ്തകം ഇവിടെ വലിയ ഒച്ചപ്പാടുണ്ടാക്കും. 2 മാസമായിട്ടും ഒരൊറ്റ പുസ്തകം പോലും വിറ്റില്ലല്ലോടാ. കച്ചവടക്കാർ ചെയ്യുന്നത് പോലെ നമുക്ക് അറയ്ക്കകത്ത് തന്നെ വെച്ചേക്കാം. വില കൂടുമ്പോ വിൽക്കാം. 60 രൂപ ഫിക്സഡ് വിലയാടാ, അത് മാറ്റാൻ പറ്റുകയില്ല. അതല്ല ചേട്ടാ, കടലാസിന് വില കൂടുമ്പം വിൽക്കുന്ന കാര്യമാ. 6 മാസമായി ഇതേവരെ ഒറ്റ പുസ്തകം വിറ്റിട്ടില്ല. അത് അവിടെ ഇരുന്നുള്ള സ്ഥലം കൂടി മെനക്കെടുത്തുവാ. ഞാൻ വിൽക്കുപടി. തൂക്കി വിൽക്കും. പഴയ പേപ്പർ വീക്കിലി. ചേർത്തി, പഴയ പേപ്പർ ഉണ്ടോ? എടോ, ഇതേമാതിരി ബുക്കേന് എന്നാ തരും? ഇത് തുണ്ടുകടലാസാ ചേർത്തി, കടക്കാരിത് എടുക്കുകയല്ല. ഇത് വേണ്ട. അപ്പൊ അതിനും കൊള്ളുകേല. ആ മുറിയിലിരുന്ന പുസ്തകമല്ല എന്ത് വേണ്ടി? പടക്കം ഉണ്ടാക്കാൻ ശിവകാശിക്കാര് കടലാസ് തിരക്കി വന്നപ്പം ഞാൻ എടുത്തു കൊടുത്തു. ചേട്ടന്റെ പുസ്തകം വലിയ ഒച്ചപ്പാടുണ്ടാകുമെന്ന് പറഞ്ഞത് ശരിയാ. ചേട്ടന്റെ പുസ്തകത്തിന്റെ ഒച്ചപ്പാടും പൊട്ടിത്തെറിയും കേൾക്കുന്നത്.